നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഈ മാസം നടത്തിയ ആദ്യത്തെ പരീക്ഷ പാർട്ട് ടൈം ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ. ഈ പരീക്ഷയിൽ ചോദിച്ച 20 GK കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ, ഞാൻ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഹിസ്റ്റോറിയൻസ് wrote the book titled പെരുമാൾസ് ഓഫ് കേരള? താഴെ പറയുന്നവരിൽ ഏത് ചരിത്രകാരനാണ് പെരുമാൾസ് ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയത്? MGS നാരായണനാണ്. MGS നാരായണൻ. ഹു ലെഡ് സാൾട്ട് സത്യാഗ്രഹ ഇൻ കോഴിക്കോട്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മലയാള വിലാസം വിച്ച് മാർക്ഡ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ മലയാളം പോയട്രി വാസ് കമ്പോസ്ഡ് ബൈ? ആധുനിക മലയാള കവിതയുടെ തുടക്കം കുറിച്ച മലയാള വിലാസം രചിച്ചത് ആര്? നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. നൺ ഓഫ് ദീസ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് പുരോഗമന കലാ സാഹിത്യ സംഘം. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. നെയിം ദ ഓതർ ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. മലബാർ ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ്. മലബാർ എന്തിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത്? മൗണ്ടെയിൻസ്. മലബാർ മൗണ്ടെയിൻ, അതായത് പർവ്വതങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. PN പണിക്കർ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള. എ ഡേ ഓഫ് സെപ്റ്റംബർ ഈസ് നോൺ ആസ് കേരള ഗ്രന്ഥശാല ഡേ. PN പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തിലെ ഒരു ദിവസം കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് അറിയപ്പെടുന്നത്. അതേത് ദിവസമാണ്? സെപ്റ്റംബർ 14 സെപ്റ്റംബർ 14. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മുതലായ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 28-നാണ് പ്രിലിംസ് എക്സാം വരുന്നത്. 10th പ്രിലിംസിന്റെ ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 10th പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 28-നാണല്ലോ പരീക്ഷ. 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ക്ലാസ്സുകളെല്ലാം പ്രിലിംസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇട്ടേക്കുന്നത്. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ട്. വീക്ക്ലി സ്റ്റഡി പ്ലാൻ, അതിൽ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും ഉണ്ട്. അതുപോലെ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ LDC കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വരെയുള്ള റിലേറ്റഡ് ഫാക്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പം നവരാത്രി പ്രമാണിച്ച് കോഴ്സുകൾക്കെല്ലാം അപ് ടു 500 rupees ഓഫ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന LDC LGS മുതലായ പരീക്ഷകൾക്കും 10% ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സുവർണ അവസരം, ഈ നല്ലൊരു വിജയദശമി ദിനത്തിൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത വർഷം വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് VFA ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസം നടക്കാനിരിക്കുന്ന കേരള ബാങ്ക് OA പരീക്ഷയ്ക്കും ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ എല്ലാം ഡിസ്കൗണ്ടോടുകൂടി ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഭാരത കേസരി was a writer, orator, teacher, social reformer and politician. ഭാരത കേസരി സ്റ്റാൻഡ്സ് ഫോർ. ഭാരത കേസരി ഒരു എഴുത്തുകാരനും വാഗ്മിയും അധ്യാപകനും സാമൂഹ്യ പരിഷ്കർത്താവും രാഷ്ട്രീയക്കാരനുമായിരുന്നു. ആരാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വാസ് ദ എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി ഇൻ കേരള.
He wrote the biography of Karl Marx in Malayalam. The wife of Ramakrishna Pilla was named as. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് ചോദിക്കാനാണ് ഇത്രയും സെന്റൻസ് തന്നിരിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളത്തിലെ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. കാൾ മാർക്സിന്റെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയതാരാണ്? ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഭാര്യയുടെ പേരെന്താ? കല്യാണി അമ്മ എന്നതാണ്. കല്യാണി അമ്മ. അടുത്ത ചോദ്യം, CMS മിഷണറീസ് ഫൗണ്ട് എ കോളേജ് അറ്റ് കോട്ടയം. Thomas Norton was the pioneer among the CMS missionaries to promote education to the oppressed and slave caste in Kerala. When was CMS college started? ഇപ്പോൾ CMS മിഷണറിമാർ കോട്ടയത്ത് ഒരു കോളേജ് സ്ഥാപിച്ചു. കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്കും അടിമജാതികൾക്കും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി CMS മിഷണറിമാരിൽ മുൻനിരക്കാരനായിരുന്ന തോമസ് നോർട്ടൺ പ്രയത്നിച്ചു. എന്നാണ് CMS കോളേജ് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചത്. 1817 1817. The Chanar Lehla or Chanar Revolt, also known as മാറുമറയ്ക്കൽ സമരം, refers to the fight from 1813 to 1859 of Nadar climber women in Travancore Kingdom of India for the right to wear upper body. Who was the leader of Chanar Revolt? 1813 മുതൽ 1859 വരെ ഇന്ത്യയിലെ തിരുവിതാംകൂർ രാജ്യത്തിലെ നാടാർ മലയക്കയറ്റക്കാരി സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമാണ് ചാനാർ ലഹള അല്ലെങ്കിൽ ചാനാർ കലാപം എന്ന് അറിയപ്പെടുന്നത്. ചാനാർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ഐഡന്റിഫൈ ദ വുമൺ who included in Indian independence activist from Travancore. തിരുവിതാംകൂറിൽ നിന്നുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകയായ സ്ത്രീ വനിത ആര്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. വൈക്കം സത്യാഗ്രഹ ഫ്രം 30th March 1924 to 23rd November 1925 was non-violent agitation for access to the prohibited public environs of the Kingdom of Travancore. The campaign was led by one of the following leaders. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നടന്ന വൈക്കം സത്യാഗ്രഹം തിരുവിതാംകൂർ രാജ്യത്തിന്റെ നിരോധിത ചുറ്റുപാടുകളിലേക്കുള്ള പ്രവേശനത്തിനായുള്ള അഹിംസാത്മക പ്രക്ഷോഭമായിരുന്നു. താഴെ പറയുന്ന നേതാക്കളിൽ ആരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രചാരണം നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. TK മാധവനാണ്. TK മാധവൻ. അടുത്ത ചോദ്യം, എ മെമ്പർ ഓഫ് റോയൽ ഫാമിലി ഓഫ് കേരള വാസ് നോൺ as കേരള വ്യാസൻ ഹു ട്രാൻസ്ലേറ്റഡ് മഹാഭാരത. ഹിസ് ആക്ച്വൽ നെയിം വാസ്. കേരളത്തിലെ രാജകുടുംബാംഗത്തിൽ ഒരാൾ മഹാഭാരതം വിവർത്തനം ചെയ്ത് കേരള വ്യാസൻ എന്നറിയപ്പെട്ടു. ആരാണ് അദ്ദേഹം? രാമവർമ്മയാണ്. രാമവർമ്മ. Kunyiraman Menon himself claimed that the Kerala Patrika was the first newspaper in Malayalam in the Malabar district. It was printed from Vidyavilasam Press. Identify the persons from the following. The father of Kerala Press. മലബാർ ജില്ലയിലെ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് കേരള പത്രികയെന്ന് കുഞ്ഞിരാമൻ മേനോൻ തന്നെ അവകാശപ്പെട്ടു. വിദ്യാവിലാസം പ്രസിൽ നിന്ന് അച്ചടിച്ചതാണ് ഈ ഒരു പത്രം. താഴെ പറയുന്ന വ്യക്തികൾ ആരാണ് കേരള പത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലി. The policy of education to all irrespective of caste and religion was flagged off in Kerala with the help of Christian missionaries who started English education in Kerala. കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ക്രിസ്ത്യൻ മിഷണറിമാരുടെ സഹായത്തോടെയാണ് കേരളത്തിൽ ആരംഭിച്ചത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. ജാതി മത ഭേദമന്യേ. അപ്പോൾ ഇതിലെ ഏത് ക്രിസ്ത്യൻ മിഷണറിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത്? മീഡ് ഡോസൺ ആണ്. മീഡ് ഡോസൺ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഫൗണ്ടർ ഓഫ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ,
സാമൂഹ്യ മത പ്രസ്ഥാനമായ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. ശരിയാണ്. സ്പിരിച്വൽ ലീഡർ, പോയറ്റ്, ദളിത് ഇമാൻസിപ്പേറ്റർ, അതായത് ആത്മീയ നേതാവ്, കവി, ദളിത് വിമോചകൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. വിച്ച് among the following newspaper is not related to the Renaissance of Kerala? കേരള നവോത്ഥാനവുമായി ബന്ധമില്ലാത്ത ന്യൂസ് പേപ്പർ ഏതാണെന്ന് കണ്ടെത്തുക. ഹരിജൻ എന്നതാണ്. ഹരിജൻ, സ്വദേശാഭിമാനി, രാജ്യസമാചാരം, പശ്ചിമോദയം ഇവയെല്ലാം കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. What is the name of the Renaissance leader used for the Open University in Kerala? കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പേര് ഏത് നവോത്ഥാന നായകന്റേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വാസ് ഫോംഡ് ഓൺ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപീകരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1981. 1981. ഓക്കെ, ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 20 GK ക്വസ്റ്റ്യൻസ്. ബാക്കി ഇവരുടെ സബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഹിന്ദി ടീച്ചറിൻ്റെ ആയിരുന്നു. ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ നടന്നു വരികയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.